അപ്സര കളിയാ ഉണ്ട് അപ്സരൊക്കെ എടുത്തു അപ്സരയുടെ നിങ്ങൾ വെയിറ്റ് ചെയ്തേക്കോ കട്ട വെയിറ്റ് ചെയ്തേക്കോ അപ്സര എന്ത് എന്തോ കളിയുണ്ടാ ശരിക്കും 7 മണിക്ക് പറഞ്ഞാണേ മനസ്സിലായില്ലേ ഭയങ്കര പഞ്ചുവലായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട്. അപ്പൊ ഞങ്ങളുടെ ബിഗ് ബോസ് ഹൗസിലെ താരസുന്ദരിയും സർവോപരി ഞങ്ങളുടെ റാണിയുമായിട്ടുള്ള ഇങ്ങനെയൊന്നുമല്ല ആക്ച്വലി ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അപ്സരയെ വിളിച്ചുകൊണ്ടിരുന്നത് ബി തള്ള എന്നാണ്. ബി തള്ളയ്ക്ക് എല്ലാവിധ ജന്മദിന ഇല്ല ഉണ്ട് ഇല്ല അപ്പൊ ബിഗ് ബോസ് ഞങ്ങളുടെ നെക്സ്റ്റ് പൊളിയല്ലായിരുന്നോ? ഞാൻ, സിജോ ചേട്ടൻ, അർജുൻ, ഗബ്രി നമ്മുടെ 4 പേരുടെ നെക്സ്റ്റ് നമ്മള് ഏറ്റവും മികച്ച ടീമുള്ള അവാർഡൊക്കെ വാങ്ങിച്ച നെക്സ്റ്റ് ടീം. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് അതെ അപ്പൊ വിഷു പറയാം അല്ലേ? അപ്പൊ ബിഗ് ബോസ് അതാദ്യം വന്നോ ബിഗ് ബോസിൽ നിന്ന്? ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എല്ലാവരും വരുന്നേ ഉള്ളൂ. അപ്പോ ഏറ്റവും ആദ്യം എത്തിയത് ഞാനാണല്ലേ? ആ ഭാഗ്യം അപ്സരയുടെ ബർത്ത്ഡേക്ക് ഏറ്റവും ആദ്യം എത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിഷാനെ എത്തി. നിഷാനെ എന്നോട് വന്നതാണ്. ഞാനാ കൊണ്ടുവന്നു. നിഷാനെ കൊണ്ടുവന്നു ഞാനാ. ആ ക്രെഡിറ്റ് എനിക്ക് വേണം. പണ്ടൊരു ക്രെഡിറ്റ് എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ ഒരു സംഭവമുണ്ട്. തൃശ്ശൂര് കിടക്കുന്ന ഏറ്റവും ലാസ്റ്റ് വന്നത് ഭംഗിയൊരു വിഷു പറഞ്ഞിട്ടുള്ളത്. എന്ത് പറയാൻ നല്ലതേ പറയില്ല ഞാൻ. സന്തോഷം. നമുക്ക് ഗ്രാൻഡ് ഫിനാലേക്ക് ഡ്രസ് ചെയ്താരാ? ഞാൻ പറഞ്ഞു ഞാൻ ചേട്ടനെ പരിചയപ്പെടുത്തിട്ട് ഞാൻ വന്നേ. അനീഷേട്ടൻ ദക്ഷിണ അവരെ ഒരുമിച്ച ഇടയ്ക്ക് രണ്ടുപേർക്കും ചേട്ടൻ നന്നായി അടിപൊളിയായിട്ട് അവരെ പറ്റി പൂശി എന്നെ പറ്റി ചോദിക്കുന്നത്. അപ്സരേച്ചി വളരെ ഇതാണ് ഇത് അത് വളരെ അപ്സരേച്ചി അടിപൊളിയാണ്. ഞാൻ ആദ്യം വിചാരിച്ച് വന്നപ്പോൾ ഒരാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ വന്നപ്പോൾ ഭയങ്കര ചാടിയാണ് അഹങ്കാരം പിടിച്ചൊരു ചേച്ചിയാന്ന് വിചാരിച്ചു. പക്ഷേ അഭിലാഷ് 10 സെക്കൻഡ് ഞാൻ പറയട്ടെ. പിന്നെ ആള് എന്റെ ബർത്ത്ഡേ ഇപ്പൊ വിചാരിച്ചു ബർത്ത്ഡേക്ക് കേക്ക് വരെ മുറിക്കാൻ വന്നില്ല എന്റെ അവിടെയായിട്ട് ഇവിടുത്തെ കാര്യമല്ല. അതെ ആ സമയത്തിട്ടാ. എന്നിട്ട് വീണ്ടും എനിക്ക് വിഷമായി. അപ്പോൾ എന്റെ കുഞ്ഞു മനസ്സിൽ വേദനിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങനെ കമ്പനി ഞങ്ങളൊരു ടണലുണ്ട്. ഇപ്പൊ അറിയാലോ അവരുടെ ഉള്ളിൽ പവർ റൂം തന്നെ നെക്സ്റ്റ് ടണലിനുള്ളിൽ കയറി അതിൻ്റെ ഉള്ളിൽ അടിപൊളിയായി. ഇപ്പൊ ഞങ്ങള് കുറച്ച് സംസാരം കുറയ്ക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ ആൽപ്പിച്ചടി പഠിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചങ്കട വിട്ടാണ് ഇത്രേ ഉള്ളൂ. അതെ.